ഇതാ എല്ലാരോടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. ലോക വിടക്കെ എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. നിന്റെ പേര് ഫിജോ ടി ജോസഫ്. ഫിജോ ടി ജോസഫ് എന്ന നീ 47 കേസുകളുടെ പ്രതിയാണ്. നീ വിസ തട്ടിപ്പ് കച്ചവടം നടത്തിയവളാണ്. ഏറ്റുമാനൂർ ബേസ് ചെയ്ത് 3 or 4 ടെക്സ്റ്റൈൽസ് ഷോപ്പ് കടമെടുത്ത് വാടകയ്ക്കെടുത്ത് അവരുടെ വാടക കൊടുക്കാതെ പറ്റിച്ച മോളാണ്. അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാൽ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടുപോയാ പോട്ടെ, കൂടുതൽ എന്നെ നാട്ടിക്കരുത്. പിന്നെ കാണാൻ ഈ രാജ്യത്തുടനീളമുള്ള കള്ളക്കേസുകളുടെ മെയിൻ ഇതെടുത്താൽ നീ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വരും. നിന്റെ പേര് ഫിജോ ടി ജോസഫ് എന്നാണ്. നിന്റെ ആദ്യത്തെ ഭർത്താവിന്റെ പേര് രംഗേഷ് എന്നാണ്. ഇനി അടുത്ത ആളുടെ പേര് എന്താണ്? ഇപ്പോൾ ഉള്ളവന്റെ പേര് സയ്യദ് റാവുത്തർ ഹറാമി എന്നാണ്. ഇതിനാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ കോളനിയിലെ ഒരുപാട് കേടുകളും റൗഡികളും ഉള്ളതാ. എതൊക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലക്കും. ഞാൻ പറയുന്നു, നീ 47 കേസിലെ പ്രതിയാണ്. ആ 47 കേസിലെ പ്രതിയാണ് എന്നുള്ളതിന് ഇതിൽ കൃത്യമായ എവിഡൻസ് ഉണ്ട്. നീ ഒരു ബോൺ ക്രിമിനലാണ്. ഞാൻ വട്ടപ്പേരൊന്നും വിളിക്കില്ല. കൃത്യമായ ഫിജോ ടി ജോസഫ് എന്ന് തന്നെയാണ് ഷെഫീന പറയുന്നത്. അല്ലെ? കറക്റ്റ് അല്ലേ? ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. അനിയനായിട്ട് തന്നെ അപമാനിക്കരുത്. അനിയൻ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ. പോട്ടെ. ഇനി ഞാൻ പറയണത് കേട്ടോ. നിന്റെ അപ്പൻ, നിന്റെ തന്ത ഒരു കുട്ടീനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിൽ കേസുണ്ടെന്ന കുട്ടിയുടെ അമ്മയായ ശ്രീവിജി, മരിച്ചുപോയ കുട്ടി, എന്നെ വിളിച്ച് പറഞ്ഞ ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്. എന്താ മോനെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. നിന്റെ തന്തയുടെ പേരിലുള്ള കേസ് കൊടുക്കാനുള്ള വകുപ്പാ പറഞ്ഞിരുന്നത്. ഉണ്ടോ ഇല്ലയോ? എന്റെ കയ്യിൽ നിന്ന് 1,30,000 രൂപ അടിച്ചു മാറ്റിയ വേറും തേർഡ് റേറ്റ് ക്രിമിനലാണ് നീ. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു. ആണോ അല്ലയോ? തെളിവുൾപ്പെടെയല്ലേ പറയുന്നത്. നീ എന്റെ കയ്യിൽ നിന്ന് 1,30,000 രൂപ എന്റെ വസ്തു ഒപ്പിച്ച് വാങ്ങിച്ചാൽ നീ ഒന്ന് ശ്രമിച്ചു. നിന്റെ ഇളക്കം കുന്തളിപ്പൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ ഒരു റിസോർട്ടാണ്. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റി കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. നിന്റെ പേർക്ക് ഒരെണ്ണമുണ്ട്, അത് ഞാൻ കൊണ്ടുവരും. നാട്ടുകാര് തല്ലിയത്, നാട്ടുകാർ പിടിച്ചു നിർത്തി അടിച്ചത് ഫിജോ ടി ജോസഫ് എന്ന് പറയുന്ന നിന്നെയാണ്. പിന്നെ ഒരാൾ നിന്നെ തല്ലിയിട്ടുണ്ട്, രംഗേഷ്. എവിടെയിട്ട് തല്ലി? ബോട്ടിനകത്തിട്ട് തല്ലി. എന്തിനെ തല്ലി? വേറൊരുത്തന് കവച്ചു കൊടുത്ത് കിടന്നപ്പോ, തുണിയില്ലാതിരുന്നപ്പോ രംഗേഷിന്റെ സഹോദരൻ കൂടെ വന്ന് നിന്നെ ബോട്ടിലിട്ട് തല്ലി. ആണോ അല്ലയോ? ആദ്യത്തെ കെട്ടിലുണ്ട് എന്ന് പറയുന്ന നിന്റെ മോനും മോളും ഏത് രീതിയിലുണ്ടായതെന്ന് നിനക്കേ അറിയാവൂ. അത് നീ കൊണ്ടുവന്ന് ആദ്യം വെക്ക് DNA ടെസ്റ്റ്. നിന്റെ ചരിത്രത്തിൽ നീ പറയുന്നത് നിന്റെ വാപ്പ അതാണ്, നിന്റെ തന്ത അങ്ങനെയാണ്. ആദ്യം പറയുന്നത് പട്ടാളക്കാരൻ, പിന്നെ പറയുന്നത് മീൻകാരൻ, പിന്നെ പറയുന്നത് മുക്കുവൈ. ഇതൊക്കെ പറയുന്നത് നീയാണ്. തന്തയില്ലാതെ ഉണ്ടായത് നീയാണ്. നീ നിന്റെ തന്തയുടെ പേര് ആദ്യം വന്ന് പറ. ഫിജോ ടി ജോസഫിന്റെ തന്തയുടെ പേര് ആദ്യം വന്ന് പറ. അതല്ലേ ശരി? ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥപിള്ള, വലിയ വെടി ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ? കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടി 4, ചെറിയ വെടി 4.